കുഞ്ഞുമേ വേദിയിലും മുമ്പിൽ ഭരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ കുടുംബാംഗങ്ങളെ, ആർമണ്ടച്ചൻ ഞാൻ ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ ഈ ദിവസം ഞാൻ മുൻകൂട്ടി കണ്ടയാളാണ്. ഇത് സംഭവിക്കും, ആർമണ്ടച്ചൻ വിശുദ്ധനാവും, പ്രഖ്യാപനമുണ്ടാകും. നമ്മുടെ കുടുംബാംഗങ്ങളോട് എല്ലാവരോടും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. 24 വർഷം ഞാൻ സ്ഥിരം നമ്മുടെ വീട്ടുകാരോട് പറഞ്ഞുകൊണ്ടിരുന്നു. അതാണ് ഇന്നലെ സംഭവിച്ചത്. ഞാൻ എന്താണോ മുൻകൂട്ടി 24 വർഷം മുമ്പ് കണ്ടത്, അത് ഇന്നലെ സ്റ്റേജിൽ നടന്നപ്പോൾ എനിക്കൊത്തിരി സന്തോഷം തോന്നി. അടുത്ത 25 വർഷത്തിനകം നമ്മൾ ജീവനോടെ ഉണ്ടെങ്കിൽ അച്ഛൻ്റെ വിശുദ്ധനാളുടെ പ്രഖ്യാപനം നമുക്ക് കാണാൻ പറ്റും. കാരണം അച്ഛനെ പറ്റിയുള്ള എല്ലാ മേഖലകളിലുമുള്ള സഭ പഠനം നടത്തിയപ്പോൾ ഒരു കുറ്റവും ഇന്ന് വരെ കണ്ടുപിടിക്കുവാൻ പറ്റാത്ത അത്ര വിശുദ്ധിയോടുകൂടി ജീവിച്ച ഒരു വ്യക്തിയാണ്. കപ്പൂച്ച സഭയിലുള്ള എല്ലാ വ്യക്തികളും ഒരു മനുഷ്യൻ ജീവിച്ചിരുന്ന പറയുന്നത് വിശുദ്ധനായ വ്യക്തി എന്ന് പറഞ്ഞാൽ രാവിലെ 3 മണിക്ക് എണീറ്റ് 3:30 മുതൽ 6 വരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു. പകൽ മുഴുവൻ ധ്യാനങ്ങളും കൗൺസിലിങ്ങുകളും. രാത്രി 10 മണിക്ക് അച്ഛൻ വരും. 10 മണി മുതൽ 12 മണി വരെ വീണ്ടും തമ്പുരാന്റെ മുമ്പിൽ. ഇന്ന് നമ്മളൊക്കെ ഇവിടെ ഇത്ര മിടുക്കന്മാരും മിടുക്കികളായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ചിന്തയുണ്ട്, നമ്മുടെ കഴിവ് സാമർഥ്യം കൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചേർന്നതെന്ന്. ആർമണ്ടച്ചനെ പറ്റി അറിയാവുന്നതുകൊണ്ട് എനിക്കറിയാം. രാവിലെ 4 മണിക്ക് അച്ഛൻ കയറുമ്പോൾ അച്ഛന് ലിസ്റ്റ് ബൈ ഹാർട്ടാണ്. ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് രാവിലെയും വൈകിട്ടും എല്ലാ കുടുംബങ്ങളെയും, അമ്മ വീട്ടുകാരെയും അപ്പൻ വീട്ടുകാരെയും ഓരോരുത്തരെയും അച്ഛൻ ആ ആൾത്താറിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ജീവിച്ച മനുഷ്യനാണ്. അപ്പം അത്രയ്ക്ക് വിശുദ്ധിയോടുകൂടി ജീവിച്ച ഒരു വ്യക്തി. എല്ലാ സൺഡേ വളരെ മനോഹരമായിട്ട് പറഞ്ഞു. എല്ലാ വീടുകളിലും പോയി എല്ലാവരോടും ഇടപഴകി എല്ലാവരോടും സംസാരിച്ചുകൊണ്ട് വിശുദ്ധിയോടുകൂടി ജീവിച്ച മനുഷ്യൻ. അപ്പോൾ നമ്മൾ അത്രയ്ക്ക് വിശുദ്ധിയുള്ള മനുഷ്യനെ കാണുവാനും തൊട്ടറിയുവാനും അദ്ദേഹത്തിൻ്റെ സിരകളിൽ ഓടിയ അതേ രക്തം തന്നെയാണ് നമ്മുടെ സിരകളിൽ ഓടുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഭാഗ്യം ലഭിച്ചവരാണ്. അത് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ച് അടുത്തൊരു സന്തോഷ വാർത്തയും കാത്തിരിപ്പുണ്ട്. നമ്മുടെ CJ വർക്കിയച്ചൻ, നമ്മുടെ വല്യപ്പൻ്റെ പെങ്ങളുടെ മകൻ, അദ്ദേഹം ഇതേ പദവിയിലേക്ക്. അപ്പോൾ ഒരു കുടുംബത്തിൽ നിന്നും വളരെ ചുരുങ്ങിയ കാലഘട്ടങ്ങളിൽ 2 പേര് വരിക എന്നുള്ളത് തമ്പുരാൻ നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും സംഭവിക്കുക, തമ്പുരാൻ നമ്മുടെ കുടുംബത്തിലേക്ക് തരുന്ന ഈ അനുഗ്രഹങ്ങളെ പറ്റി നമുക്ക് അറിയത്തില്ലാത്തത് കൊണ്ട് ഒരു വിശുദ്ധന്റെ കുടുംബത്തിന് അനുയോജ്യമായ രീതിയിലാണോ നമ്മളെല്ലാം ജീവിക്കുകയും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു മുഖ്യമന്ത്രി ഒരു മന്ത്രി ഒരു കുടുംബത്തിലുണ്ടാവുക, ഒരു മുഖ്യമന്ത്രി ഒരു കുടുംബത്തിലുണ്ടാവുക, ഒരു ബിഷപ്പ് ഒരു കുടുംബത്തിലുണ്ടാവുക, ഒരു കർദിനാൾ ഒരു കുടുംബത്തിൽ, ഇതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ ഒരു വിശുദ്ധനുണ്ടാവുക ഒരു കുടുംബത്തിൽ നിന്നും 1000-ഓ 2000-ഓ വർഷത്തിൽ ഒരിക്കൽ മാത്രം, 1000-ഓ 2000-ഓ വർഷത്തിൽ ഒരിക്കൽ മാത്രം ഒരു കുടുംബത്തിൽ നടക്കുന്നൊരു കാര്യമാണിത്. അപ്പം നമ്മളെ സംബന്ധിച്ച് തമ്പുരാന്റെ എന്തൊക്കെയോ വലിയ അദൃശ്യമായ ഒരു അനുഗ്രഹമുണ്ട്. അപ്പം നമുക്ക് വേണ്ടിയെല്ലാം ഇന്ന് ഭൂമിയിൽ ആർമണ്ടച്ചൻ ജീവിച്ചപ്പോൾ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിച്ചതിൻ്റെ 10 ഇരട്ടി മടങ്ങായിട്ട് അച്ഛൻ സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോകാതെയും നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങളില്ലാതെ ഇരിക്കാൻ കാരണം ഈ മനുഷ്യനെ സ്വർഗത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ആർമണ്ടച്ചൻ കാണിക്കുന്ന പാതയിലൂടെ കുടുംബാംഗങ്ങൾ തമ്മിൽ എപ്പോഴും പരസ്പര സ്നേഹത്തിലും ഒരുമയിലും ഒരുമിച്ച് കൂട്ടായ്മയോടുകൂടി വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം. ഇന്ന് നാളെ മാധവത്വ കുടുംബത്തിലേക്ക് ഒരു പെണ്ണന്വേഷിച്ച് വരുമ്പോൾ, ഒരു ചെറുക്കൻ അന്വേഷിച്ച് വരുമ്പോൾ ആൾക്കാർ ആദ്യം പറയാൻ പോകുന്ന വാക്കെന്താണെന്ന് അറിയാമോ? എന്തായിരിക്കും? ഒരു വിശുദ്ധന്റെ വീട്ടിലേക്ക്, ഒരു ബിഷപ്പിന്റെ വീട്ടിലേക്ക് എത്തിച്ചാൻ വിടാൻ പോകുന്ന പോലെ ഒരു മന്ത്രിയുടെ വീട്ടിലേക്ക് എത്തിക്കാൻ പോകുന്ന ഒരു 10 ഇരട്ടിയാണ് ഒരു വിശുദ്ധന്റെ വീട്ടിലേക്കാണെന്ന് പറയുക. കാരണം അത്രയേറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും കത്തോലിക്ക സഭ. ഇന്നലെ നിങ്ങൾ അവിടെ വന്നപ്പോൾ കണ്ട് 3 മെത്രാന്മാർ വന്നിട്ട് അതിന്റെ പ്രോസസ്സുകൾ വിശദീകരിച്ചപ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുള്ള പ്രോസസ്സുകൾ കൂടി കടന്നുപോയിട്ടാണ് ഒരു പുരോഹിതനെ സെർവന്റ് ഓഫ് ഗോഡ് ദൈവദാസനായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കതിനെപ്പറ്റി അവബോധമുള്ള വ്യക്തികളാകാം. ഒരു വിശുദ്ധനായ വ്യക്തിയുടെ കുടുംബാംഗങ്ങളാണ്. നമ്മുടെ വീടുകളിലെ സന്ധ്യാപ്രാർത്ഥന മുടക്കമില്ലാതെ ചെല്ലാം. നമ്മൾ വിശുദ്ധ ബലി അർപ്പണങ്ങളിൽ പങ്കാളികളാകാം. സമൂഹത്തിന് മാതൃകയായിട്ട് വാക്കിലും പ്രവൃത്തിയിലും
സമൂഹത്തിന് മാതൃകയുള്ള വ്യക്തികളായിട്ട് ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ കുടുംബത്തിൽ നിന്നും മോശമായ ഒരു ജീവിത രീതിയിലേക്ക് ആരെങ്കിലും പോകുമ്പോൾ നമുക്ക് നാണക്കേടാണ്. കാരണം ഒരു വിശുദ്ധന്റെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ ആർമഡച്ചന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബാംഗങ്ങളെ ഒത്തൊരുമിച്ച് സ്നേഹത്തോടെ, ഐക്യത്തോടുകൂടി, വിശുദ്ധിയോടുകൂടി, അഭിമാനത്തോടുകൂടി നമുക്ക് ജീവിക്കാം. നമ്മൾ പത്രപരസ്യം കൊടുക്കാനായിട്ട് ഓരോരുത്തരും കൊടുക്കുമ്പോൾ ഒരു ചെറിയ കോളത്തിന് 10,000 രൂപയായിരുന്നു ആർമഡച്ചന് വേണ്ടി കൊടുക്കുന്നത്. നമ്മൾ മാധവത്തുകാർ 1 രൂപ മുടക്കാതെ മാധവത്ത് എന്നുള്ള കുടുംബ പേര് ഇന്നലെ സുറിയാനി കത്തോലിക്കരായ സീറോ മലബാർ സഭയിൽപ്പെട്ട 40 ലക്ഷം പേരാണ് ഇന്നലെ കണ്ടത്. മാധവത്ത് കുടുംബത്തെ പറ്റി 1 രൂപ മുടക്കാതെ അത് എത്തിച്ചേർന്നത് എന്തുകൊണ്ടാണ്? ഒരു വിശുദ്ധനായ വ്യക്തി ഉള്ളത് കൊണ്ടാണ്. ഇന്ന് കേരളം മുഴുവനും മാധവത്ത് കുടുംബത്തെ അറിയാൻ കാരണം എന്തുകൊണ്ടാണ്? ആ വിശുദ്ധനായ വ്യക്തികൾ. നമ്മുടെ ആരുടെയും കഴിവോ ഒരു പണം മുടക്കോ ഒന്നുമല്ല. പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ സന്തോഷമുണ്ട് ആർമഡച്ചന്റെ കുടുംബാംഗങ്ങളായതുകൊണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതശൈലി വഴിയായിട്ട് ഈ ആർമഡച്ചന്റെ കുടുംബാംഗങ്ങളെന്ന് നമ്മുടെ വാക്കും പ്രവൃത്തിയും വഴി തെളിയിക്കാൻ പരിശ്രമിക്കാൻ അനുകാരുണ്യവാനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.